ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഇറ്റ് എന്ന വാക്കിന്റെ പ്രത്യേക ഉപയോഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇറ്റ് എന്ന വാക്കിന്റെ ഉപയോഗം കാണുകയുണ്ടായി. ഇറ്റ് എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, അത് അല്ലെങ്കിൽ ഇത്. എന്നാൽ ഈ അർത്ഥങ്ങളില്ലാതെ അത് ഇത് എന്ന് പറയാതെ ഇറ്റ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് മുൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് മഴ പെയ്യുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുക. അത് പെയ്യുകയാണെന്നുള്ള അർത്ഥത്തിലല്ല, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് സ്നോയിങ്, മഞ്ഞ് പെയ്യുകയാണ്, ഇറ്റ് ഈസ് ഡ്രിസിലിങ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് വിശദമായിട്ട്. ഇന്ന് നമ്മൾ അതുപോലെ മറ്റൊരു ഉപയോഗമാണ് കാണുന്നത്. എന്താണ് ഉപയോഗം? സമയത്തെ കാണിക്കാൻ വേണ്ടി ഇറ്റ് ഉപയോഗിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥയെ കാണിക്കാൻ വേണ്ടി മഴയും മഞ്ഞൊക്കെ കാലാവസ്ഥയുടെ ഭാഗം തന്നെയാണ്. ചൂടാണ്, തണുപ്പാണ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാനും ഇറ്റ് ഉപയോഗിക്കും. ഇറ്റ് എന്ന വാക്കിന് ആ സമയത്ത് അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥമില്ല എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ കൂടെ വെർബ് ബി എന്ന വെർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ക്രിയ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണെന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ആ വെർബ് ബിയുടെ വിവിധ രൂപങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ആ വെർബ് ബി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് 4 o'clock, 4 മണിയായി അല്ലെങ്കിൽ 4 മണിയാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇറ്റ് ഈസ് 4 o'clock, 4 മണിയായി. ഇറ്റ് ഈസ് 4 o'clock. 5 മണിയായി. ഇറ്റ് ഈസ് 5 o'clock. ആ രീതിയിൽ പറയും. ഇവിടെ ഇറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നില്ല, അത് അല്ലെങ്കിൽ ഇത്. നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചാൽ മതി, അവിടെ ആ വാക്കുകളൊന്നുമില്ല. 4 മണിയായി, ഇറ്റ് ഈസ് 4 o'clock. 5 മണിയായി, ഇറ്റ് ഈസ് 5 o'clock. അങ്ങനെ പറയുമ്പോൾ അത് ഇത് എന്ന അർത്ഥം വരുന്നില്ല. പക്ഷെ ആ വാചകം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ഇറ്റ് എന്നുള്ള വാക്ക്. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കുക. ഇവിടെയുള്ള ഓ ക്ലോക്ക്, അതിനെ കുറിച്ച് പറയാം. ഇത് ഷോർട്ട് ഫോം ആണ്. ഓ ക്ലോക്ക് എന്ന് പറയുന്നത് മുഴുവൻ രൂപം ഓഫ് ദ ക്ലോക്ക് ആണ്. ഓഫ് ദ ക്ലോക്ക് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലോക്കിലെ 4 മണി. ഓഫ് ദ ക്ലോക്ക് എന്ന മുഴുവൻ രൂപം പറയാതെ അതിന്റെ ഹ്രസ്വ രൂപം ഷോർട്ട് ഫോം ഓ ക്ലോക്ക് എന്ന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോടെയാണ് അവർ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. സംസാരിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാ. ഓഫ് ദ ക്ലോക്ക് എന്ന് പറയാതെ 4 o'clock, 4 ഓഫ് ദ ക്ലോക്ക് എന്നാണ് ശരിക്കും പറയേണ്ടത്. അതിന് പകരം 4 o'clock, 4 മണി. 4 മണി അങ്ങനെ പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് 4 o'clock, 4 മണിയായി അല്ലെ 4 മണിയാണ്. 5 മണിയായി, ഇറ്റ് ഈസ് 5 o'clock. ആ രീതിയിൽ മനസ്സിലാക്കുക. തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയായി, ഇറ്റ് ഈസ് മൺഡേ, ഇറ്റ് ഈസ് മൺഡേ. തിങ്കളാഴ്ചയായി. ആ വാചകത്തിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന വാക്യം നമ്മൾ കാണുന്നില്ല, പക്ഷെ ഇറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മൺഡേ, തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയായി. ഇറ്റ് ഈസ് ട്യൂസ്ഡേ, ചൊവ്വാഴ്ചയാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായി അർത്ഥത്തിൽ പറയും. അതുപോലെ തീയതി പറയാൻ വേണ്ടി ഇറ്റ് ഉപയോഗിക്കും. ഇറ്റ് ഈസ് 21st October, ഇറ്റ് ഈസ് 21st October. ഒക്ടോബർ 21-ാം തീയതിയാണ് അല്ലെങ്കിൽ ഒക്ടോബർ 21-ാം തീയതി ആയി. ആ രീതിയിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. 21st എന്ന് എഴുതിയതിന് കാരണം ഇന്ന് 21st ആണ്, ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഈ ദിവസമാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ബി എന്ന വെർബിന്റെ പാസ്റ്റ് രൂപം നമ്മൾ പഠിച്ചതാണ് വാസ്, സിംഗുലർ. ആ സിംഗുലർ ആണ് ഇവിടെ ഉപയോഗിക്കുക, കാരണം ഇറ്റ് സിംഗുലർ ആണ്. ഇറ്റ് വാസ് 4 o'clock, 4 മണി ആയിരുന്നു. ഇറ്റ് വാസ് മൺഡേ, തിങ്കളാഴ്ച ആയിരുന്നു. ഇറ്റ് വാസ് 21st October, ഒക്ടോബർ 21-ാം തീയതി ആയിരുന്നു. ആ രീതിയിൽ പറയാം. വിൽ ബി എന്റെ ഫ്യൂച്ചർ ആണ്. ബി എന്ന വെർബിന്റെ ഫ്യൂച്ചർ ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് വിൽ ബി 4 o'clock, 4 മണി ആയിരിക്കും അല്ലെങ്കിൽ 4 മണിയാകും. ഇറ്റ് വിൽ ബി മൺഡേ, തിങ്കളാഴ്ചയാകും അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും. ഇറ്റ് വിൽ ബി 21st October, ഒക്ടോബർ 21-ാം തീയതി ആയിരിക്കും അല്ലെങ്കിൽ ഒക്ടോബർ 21-ാം തീയതി ആകും. അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിൽ ഇറ്റ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഇറ്റ് കാലാവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ചൂടാണ് അല്ലെങ്കിൽ ചൂടുണ്ട്, തണുപ്പാണ് അല്ലെങ്കിൽ തണുപ്പുണ്ട്,
കാറ്റാണ്, കാറ്റുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഇറ്റ് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇറ്റിന് പ്രത്യേകിച്ച് അത് ഇത് എന്നുള്ള അർത്ഥമില്ല. ഈ വാചകം പറയാൻ വേണ്ടി മാത്രമാണ്. ഉദാഹരണമായി ഇറ്റ് ഈസ് വാം, ചൂടാണ് അല്ലെങ്കിൽ ചൂടുണ്ട്. ടുഡേ എന്നുള്ള വാക്ക് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറെ കൂടി വ്യക്തമാകും. ഇറ്റ് ഈസ് വാം ടുഡേ, ഇന്ന് ചൂടുണ്ട് അല്ലെങ്കിൽ ഇന്ന് ചൂടാണ്. ഓക്കെ. ഇറ്റ് ഈസ് ഹോട്ട് ടുഡേ, ഇന്ന് ചൂടുണ്ട് അല്ലെങ്കിൽ ഇന്ന് ചൂടാണ്. ഇവിടെ വാം ഹോട്ട് രണ്ട് വാക്കുകളും ചൂട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. വാം എന്ന് പറയുമ്പോൾ നമുക്ക് സുഖകരമായ ചൂടാണ്. ഉദാഹരണമായി തണുപ്പ് സമയത്ത് നമ്മൾ കമ്പിളി വസ്ത്രമൊക്കെ ധരിക്കുന്നു, അപ്പോൾ നമുക്ക് സുഖകരമായ ചൂടാണ്. അപ്പോൾ നമുക്ക് പറയാം ഓ ഇറ്റ് ഈസ് വാം നൗ, ഇറ്റ് ഈസ് വാം. ഹോട്ട് അല്ല. ഹോട്ട് എന്ന് പറയുന്നത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചൂടാണ്. വെയിലത്ത് നിൽക്കുന്ന, ആകെ വേർക്കുന്ന, അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ഹോട്ട്. ഓക്കെ. ഇറ്റ് ഈസ് കൂൾ, തണുപ്പാണ് അല്ലെങ്കിൽ തണുപ്പുണ്ട്. ഇറ്റ് ഈസ് കൂൾ ടുഡേ, ഇന്ന് തണുപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ന് തണുപ്പാണ്. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് കൂൾ. അതുപോലെ ഇറ്റ് ഈസ് കോൾഡ്, തണുപ്പാണ് അല്ലെങ്കിൽ തണുപ്പുണ്ട്. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ കൂൾ എന്ന് പറയുന്നത് സുഖകരമായ തണുപ്പാണ്. കോൾഡ് എന്ന് പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തണുപ്പിനെയാണ് നമ്മൾ കോൾഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രയാസം. എന്നാൽ കൂൾ എന്ന് പറയുമ്പോൾ സുഖകരമാണ്, നല്ല ചൂട് സമയത്ത് തണുത്ത കാറ്റ് വീശുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് എന്നല്ല, ഓ ഇറ്റ് ഈസ് കൂൾ നൗ, ഇപ്പോൾ തണുപ്പാണ്. ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അതുപോലെ കാറ്റുണ്ട് എങ്ങനെ പറയും? ഇറ്റ് ഈസ് വിൻഡി. വിൻഡി, വിൻഡ് കാറ്റ്, വിൻഡി എന്ന് പറയുമ്പോൾ കാറ്റുള്ള. ഇറ്റ് ഈസ് വിൻഡി എന്നാ പറയുക. കാറ്റുണ്ട്, ഇറ്റ് ഈസ് വിൻഡി. വെയിലുണ്ട്, ഇന്ന് വെയിലുണ്ട്. ഇറ്റ് ഈസ് സണ്ണി ടുഡേ. ഇറ്റ് ഈസ് സണ്ണി, വെയിൽ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാ പറയുക. ഇറ്റ് ഈസ് സണ്ണി ടുഡേ, ഇന്ന് വെയിലുണ്ട് അല്ലെങ്കിൽ ഇന്ന് വെയിലാണ്. ഇറ്റ് ഈസ് സണ്ണി ടുഡേ. ഇതുപോലെ ഇതിന്റെ പാസ്റ്റ് ഫ്യൂച്ചർക്ക് ഉപയോഗിക്കും. ഇന്നലെ ചൂടായിരുന്നു എങ്ങനെ പറയും? ഇറ്റ് വാസ് വാം യെസ്റ്റർഡേ. അതുപോലെ ഇറ്റ് വാസ് ഹോട്ട് യെസ്റ്റർഡേ. ഇന്നലെ തണുപ്പായിരുന്നു, ഇറ്റ് വാസ് കൂൾ യെസ്റ്റർഡേ. ഇറ്റ് വാസ് കോൾഡ് യെസ്റ്റർഡേ. ഇന്നലെ കാറ്റായിരുന്നു, ഇറ്റ് വാസ് വിൻഡി യെസ്റ്റർഡേ. ഇന്നലെ വെയിലായിരുന്നു, ഇറ്റ് വാസ് സണ്ണി യെസ്റ്റർഡേ. ആ രീതിയിൽ പറയും. നാളെ ചൂടായിരിക്കും, ഇറ്റ് വിൽ ബി ഹോട്ട് ടുമാറോ. ഇറ്റ് വിൽ ബി ഹോട്ട് ടുമാറോ. ഇറ്റ് വിൽ ബി കോൾഡ് ടുമാറോ. നാളെ തണുപ്പായിരിക്കും. നാളെ കാറ്റായിരിക്കും, ഇറ്റ് വിൽ ബി വിൻഡി ടുമാറോ. നാളെ വെയിലായിരിക്കും, ഇറ്റ് വിൽ ബി സണ്ണി ടുമാറോ. ഈ രീതിയിൽ ഇറ്റ് ഉപയോഗിക്കും. അതുപോലെ തന്നെ 4 വാചകങ്ങൾ നമ്മൾ സാധാരണ കാണാറുണ്ട്. അത് ഇവിടെയും ചോദിക്കും. നമ്മൾ ആദ്യത്തേത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യമൊക്കെ ഇത് ഉപയോഗിച്ചും ചോദിക്കാം. ഇറ്റ് ഈസ് 4 o'clock, 4 മണിയായി. ഈസ് ഇറ്റ് 4 o'clock, 4 മണിയാണോ അല്ലെങ്കിൽ 4 മണിയായോ? ഇറ്റ് ഈസ് ഇൻ 4 o'clock, ഇറ്റ് ഈസ് ഇൻ 4 o'clock, 4 മണിയായില്ല. ഈസിൻറ്റ് ഇറ്റ് 4 o'clock, 4 മണിയല്ലേ? ഇവയെല്ലാം അതുപോലെ 4 വാചകങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ അതുപോലെ ഇറ്റ് ഈസ് വാം, ചൂടാണ്. ഈസ് ഇറ്റ് വാം, ചൂടാണോ? ഇറ്റ് ഈസ് ഇൻ വാം, ചൂടല്ല. ഈസിൻറ്റ് ഇറ്റ് വാം, ചൂടല്ലേ? ആ രീതിയിൽ ചോദിക്കാം. ഓക്കെ. നമ്മളപ്പോൾ ഇറ്റിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗമാണ് കാണുന്നത്. ഇറ്റ് എന്നുള്ള വാക്കിന്റെ സാധാരണയുള്ള അർത്ഥം, അത് ഇത് എന്നുള്ള അർത്ഥം ഉപയോഗിക്കാതെ ഇംഗ്ലീഷിൽ വാചകങ്ങൾ പറയും. പ്രധാനമായിട്ട് സമയത്തെയും കാലാവസ്ഥയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി വേറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് ഇറ്റിന്, അത് നമുക്ക് പിന്നീട് കാണാം. വില ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് ഈസ്, വാസ്, വിൽ ബി എല്ലാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഓക്കെ. ആദ്യം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, വെർബ്സിന്റെ ലിസ്റ്റിൽ നിന്ന് എല്ലാ ദിവസവും പഠിക്കുക. അതോടൊപ്പം തന്നെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥ ഉച്ചാരണമൊക്കെ പഠിക്കണം. അങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയം കൂടാതെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം,
പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് വെർബിന്റെ ലിസ്റ്റുകളിൽ 4ാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത്. 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണെന്ന് നമുക്കറിയാം. ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഉച്ചാരണം, സ്പെല്ലിങ്, അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്, ഷൂട്ട്, ഷോട്ട്, ഷോട്ട്, സിറ്റ്, സാറ്റ്, സാറ്റ്, സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്, ഷൈൻ, ഷോൺ, ഷോൺ, win, won, won, stand, stood, stood, understand, understood, understood,
അപ്പൊ ഈ വെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനിയുള്ള വെർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും, അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും. എന്തിനോട് കൂടെ? പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ. അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ആ വെർബ്സ് ഒന്ന് വായിക്കുകയാണ്. അനൗൺസ്, announced, announced, fear, feared, feared, obey, obeyed, obeyed, love, loved, loved, laugh, laughed, laughed, lie, lied, lied, live, lived, lived, ignore, ignored, ignored, improve, improved, improved, knock, knocked, knocked, offer, offered, offered, play, played, played, pray, prayed, prayed, prove, proved, proved, protect, protected, protected, punish, punished, punished, receive, received, received, save, saved, saved, smile, smiled, smiled, walk, walked, walked. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. അപ്പൊ ഈ വെർബുകൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അർത്ഥം മറക്കാതെ പഠിക്കണം. ഓക്കെ.